കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന ഒരു കളിപ്പാട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടില് കുഞ്ഞു മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കളിപ്പാട്ടാണ്. ഇതിന്റെ വില വരുന്നത് 144 രൂപയാണ്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സുകളായിട്ടാണ് വരുന്നത്. ഇതിന്റെ 2 ബോക്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇത് മേടിച്ചിട്ട് ഇപ്പൊ 2-3 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പത്തേനും ഇപ്പൊ ഇതിന്റെ 1-2 പീസ് മാത്രമാണ് വീട്ടിൽ കാണുന്നുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല കേട്ടോ. കളിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് എടുത്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കാണാതെ പോകുന്ന സാധനമാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് കൂടെ നമുക്കൊരു കടലാസ് കിട്ടുന്നുണ്ട്. അതിനകത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികാസത്തിനും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വീട്ടിൽ ഇത് മേടിക്കാതിരിക്കുക. 3 വയസ്സിന് മുകളിലാണ് നിങ്ങളുടെ കുട്ടികളുടെ പ്രായം എന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കുക. ഇത് കണക്ട് ചെയ്യുമ്പോൾ ടിക് ടിക് എന്നൊരു സൗണ്ട് കേൾക്കട്ടെ. അത് നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ്. ഇതിപ്പോ ഒരു ഓണം സീസണിലായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അകത്ത് ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ കളേഴ്സ് നമുക്ക് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്സുകൾ നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഓറഞ്ച് കളറ്, മഞ്ഞ കളറ്, പച്ച കളർ, നീല കളർ, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഇതിനകത്തുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്, മീഷോയിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതങ്ങനെ ഒരു കിടക്കുന്ന സൗണ്ട് കേൾക്കും നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നല്ല രസമാണ് കേട്ടോ ഇത് വെച്ചിട്ട് കളിക്കാനായിട്ട്. ചെറിയ ചെറിയ പൂക്കളം പോലെയൊക്കെ നമുക്ക് ഇടാനും സാധിക്കും കേട്ടോ. ഇതൊരു ബോക്സ് നിറച്ചും അവരിങ്ങനെ കട്ടകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാം. അവരിത് വെച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കുഞ്ഞുഷി ഓർക്കും 3 പേരും കൂടെ കളിച്ചോണം. ആച്ച നോക്ക്, ഇത് കളിച്ച് കഴിയുമ്പോ ഈ പെട്ടി കളയാൻ പാടില്ല. പെട്ടിക്കകത്ത് തന്നെ പെറുക്കിയിട്ട് വെക്കണേ. ആച്ചു ഒരെണ്ണം ഉണ്ടാക്കി നോക്ക്. ഉണ്ടാക്കാൻ വാ. കാലത്തെ കുട്ടികൾക്ക് നിത്യജീവിതം പോയി കളിക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലത്തെ കളിപ്പാട്ടം നിങ്ങൾ മേടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരത് വെച്ചിട്ട് വീടിനകത്ത് തന്നെ ഇരുന്ന് കുറെ സമയം കളിച്ചോളൂ. അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും കേട്ടോ. കുഞ്ഞായി എന്നാ സ്പീഡിൽ ഉണ്ടാക്കണേന്ന് നോക്ക്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞാനിതുകൊണ്ട് കളിക്കുമായിരുന്നു. ജോലിയൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് ഇത് വെച്ച് അവിടെ കളിച്ചോണ്ടിരുന്നു. ജോലി കഴിയുമ്പോഴാ കൊണ്ടുപോവല്ലേ. ഇനി അമ്മ എങ്ങനെ ഇത് വെച്ച് കളിക്കും? ഇവിടെ വരുമ്പോ അമ്മ എടുത്തോണ്ട് സൂപ്പർ ആയിട്ടുണ്ടാച്ചു. കുഞ്ഞായി കുട്ടി നിങ്ങളുള്ള വീട്ടിലോട്ട് കിടഞ്ചോയി ഒക്കെ മേടിക്കുന്നത് 150 രൂപയാവട്ടെ. അത് വെച്ച് നോക്കുമ്പോൾ ഈ കളിപ്പാട്ടം വളരെ ലാഭമാണ്. ബോക്സ് നിറയെ കിട്ടുകയും ചെയ്യും. 144 രൂപയൊക്കെ അല്ലേ ആവത്തുള്ളൂ. അപ്പൊ നിങ്ങളിത് മേടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടണേ. അപ്പൊ 2 മഞ്ഞ അവർക്കും കൊടുക്ക്. ഇത് കുഞ്ഞായിനേക്കാളും വലുതായി. പണ്ട് നമുക്ക് ഇതുപോലെ കട്ട ഉണ്ടായിരുന്നു, ഭയങ്കര പൊക്കത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി 3-4 സെറ്റ് നമ്മള് 3-4 സെറ്റ് നമ്മള് മേടിച്ചായിരുന്നു. ഓർക്കണ്ടോ കുഞ്ഞാക്കുട്ടൻ? ഇത് വേറെയാ. ആ കടലാസിൽ നോക്കി ഓരോന്നുണ്ടാക്കാം. കുഞ്ഞായി സൂപ്പർ ആയിട്ടുണ്ട്. ആച്ചൂട്ടനായിട്ട് എന്നെ ഞെട്ടിച്ചത് കണ്ടോ? ഇത് സ്റ്റാറിന്റെ ഷേപ്പിലാണ് കേട്ടോ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. ആ പിക്ചറിലുള്ള പോലെ തന്നെ കിഡിലനായിട്ട് അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് വെച്ചിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം എന്ന് ഓരോന്നോരോന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞായിക്കുട്ടൻ ദേ കാറ്റാടി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി. അപ്പൊ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കാറ്റാടി പോലെ ഉണ്ടാക്കി കളിക്കുക കേട്ടോ. എന്നിട്ട് ആ ചൂട്ടിന് ഉണ്ടാക്കിയ സാധനമൊക്കെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അത് അവളുടെ കയ്യിലിരിക്കുന്നുണ്ടോ. MEERA മീര.
അതല്ലേ ഞാൻ എഴുതിയിരിക്കുന്നേ. പക്ഷെ നീ ഈ രണ്ട് ഈയും ക്യാപിറ്റൽ ലെറ്റർ, അത് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യും. സാരമില്ല. കളിച്ച് ബോറടിച്ച് കഴിഞ്ഞപ്പോ അവരതുകൊണ്ട് വളയൊക്കെ ഉണ്ടാക്കി കൈക്കകത്ത് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പൊ കുട്ടികളെ തന്നെ കണ്ടുപിടിച്ചോളൂ അത് വെച്ചിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കണ്ടെന്നുള്ളത്. വാലുവിന്റെ കൈ നോക്കി സ്കൂളിലെ അമ്മ ചൂപ്പറായിട്ടുണ്ടാലോ. ബുദ്ധിയാ നോക്ക്. ഒരു വള ഉണ്ടാക്കി എന്റെ കയ്യിൽ ഇട്ട് വന്നിട്ട് നല്ല രസമില്ലേ വള കാണാനായിട്ട്. ആ കൂട്ടസ് നിങ്ങൾ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ സാധനങ്ങൾ കണ്ടോ, മാലാഖിനെ പോലെ തലയിൽ കിരീടവും പിന്നെ ആച്ചൂട്ടിന് മാലയും ഒക്കെ കുഞ്ഞൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.